ഞങ്ങൾ അന്നേ പറഞ്ഞു, വഖഫ് ബില്ല് പാസ്സായാൽ അതിന്റെ പുറകെ ചർച്ച് ബില്ല് വരും. നിങ്ങൾ എല്ലാം അറിയണം, RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ വെബ് പോർട്ടലിൽ ഇന്നലെ ഒരു വാർത്ത വന്നിട്ടുണ്ട്, ഒരു ലേഖനമാണ്. കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധിക്കണം, നരേന്ദ്രമോദി സർക്കാർ ശ്രദ്ധിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് RSSന്റെ മുഖപത്രത്തിന്റെ വെബ് പോർട്ടലിൽ ലേഖനം. ആ ലേഖനത്തിൽ പറയുന്നത്, ഇന്ത്യയിൽ, ഈ രാജ്യത്ത് കേന്ദ്ര സർക്കാർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭൂ ഉടമ, സർക്കാർ ഇതര ഭൂ ഉടമ കാത്തലിക് ചർച്ചാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാത്തലിക് ചർച്ചാണെന്നാണ്. 7 കോടി ഹെക്ടർ സ്ഥലത്തിന്റെ ഉടമയാണ് ഇന്ത്യയിലെ കാത്തലിക് ചർച്ച്. എല്ലാവരും കൂടി 7 കോടി ഹെക്ടർ, അതായത് 17.29 ഏക്കർ, കോടി ഏക്കർ. വെറും 17.29 ഏക്കർ അല്ല, 17.29 കോടി ഏക്കർ സ്ഥലത്തിന്റെ ഉടമകളാണ് കാത്തലിക് ചർച്ച്. അതുകൊണ്ട് അത് അനധികൃതമായി ബ്രിട്ടീഷുകാരുള്ള കാലത്ത് ലീസ് മേടിച്ച് കൈവശം ക്രൈസ്തവർ വച്ചിരിക്കുന്ന ഭൂമിയാണ്. ആ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കണം എന്ന് RSS പറഞ്ഞിരിക്കുക. RSSന്റെ മുഖപത്രത്തിൽ RSSന്റെ അല്ലാതെ അഭിപ്രായം വരുമോ? RSS എന്നാ പറഞ്ഞിരിക്കുന്നത്? ഏപ്രിൽ 3-ാം തീയതി ലോകസഭയിൽ വഖഫ് ബില്ല് പാസ്സാക്കിയ അതേ ദിവസം വഖഫ് ബില്ല് പാസ്സാകും. അത് കഴിഞ്ഞാൽ ഇത് തിരിച്ചുപിടിക്കാൻ ഇന്ത്യയിലെ ക്രൈസ്തവരുടെ കയ്യിലിരിക്കുന്ന 17.29 കോടി ഏക്കർ തിരിച്ചുപിടിക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവര് ഈ ക്രൈസ്തവ ദേവാലയങ്ങളിൽ രത്നകിരീടമായി പോകുന്നതിന്റെയും ഈസ്റ്റർ ദിവസം കേക്കുമായി ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കുന്നതിന്റെയും രഹസ്യം മനസ്സിലായല്ലോ.